രാഹുൽ, അവിടേക്ക് ഇപ്പോൾ തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ആളുകൾ എത്തുന്നുണ്ടല്ലോ. ഗതാഗത നിയന്ത്രണമടക്കം അവിടെ ഏർപ്പെടുത്തുന്നുണ്ടല്ലോ. വലിയ ഒരു ജനസഞ്ചയത്തെ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട്. രാഹുൽ, ഉന്മേഷ്, സ്മിത, അർജുന് അന്ത്യയാത്ര നൽകാനുള്ള ഒരുക്കങ്ങൾ അർജുന്റെ കണ്ണടിക്കലിലെ വീട്ടിൽ പൂർണ്ണമായിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ മൊബൈൽ ഫ്രീസർ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മൃതദേഹം ഇവിടെ ആംബുലൻസിൽ എത്തിച്ചാൽ ഉടൻ തന്നെ ഈ മൊബൈൽ ഫ്രീസറിലേക്ക് മാറ്റും. പരമാവധി 1 മണിക്കൂർ മാത്രമായിരിക്കും ഇവിടുത്തെ ഈ വീട്ടിലെ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകുക എന്നാണ് കുടുംബം ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. എത്രയോ അധികം ആളുകൾ വന്നാലും പരമാവധി 1 മണിക്കൂറിൽ കൂടുതൽ ഈ പൊതുദർശന ചടങ്ങുകൾ നീട്ടേണ്ടതില്ല എന്നതാണ് നിലവിലെ തീരുമാനം. നിലവിൽ സമയം ഇവിടെ 8 മണിയോടുകൂടി മൃതദേഹം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് 9 മണി ആയാലും ഇവിടുത്തെ പൊതുദർശന ചടങ്ങുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് 11 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. വീടിന്റെ വലതുഭാഗത്ത് കാണുന്ന വലതു ഭാഗത്തായിട്ടാണ് അന്ത്യയാത്ര നൽകാനുള്ള ഇടം സജ്ജീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നിലവിലെ ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോഴും നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 5:30 മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ അർജുനായി ഈ നാട്ടിന് വൈകാരികമായ ഒരു ബന്ധമുണ്ട്. ഈ നാട്ടിലെ പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ അർജുന് ഒരു അന്ത്യയാത്ര നൽകിക്കൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടേക്ക് ആളുകൾ നിരവധി എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇവിടുത്തെ ആളുകളോട് തന്നെ ചോദിക്കാം, അവരുടെ കുട്ടനെ കുറിച്ച് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയാം. എങ്ങനെയാണ് കുടുംബം അർജുന് അന്ത്യയാത്ര നൽകാൻ പോകുന്നത്? അർജുനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ ഈ ഘട്ടത്തിൽ മനസ്സിലേക്ക് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? എന്താ കാര്യം വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു ഇതിലൊക്കെ വർക്ക് ചെയ്താണ്, ബ്രാഞ്ച് ഇതിലൊക്കെ. പിന്നെ ഇനിയിപ്പോൾ എന്തിങ്ങനെ പറഞ്ഞാലൊന്നും പറയാനില്ല. ഡ്രൈവറാണല്ലേ? ആ. അപ്പോൾ അർജുൻ ഏതാണ്ട് 10 വർഷത്തിലധികമായി ഇവിടുത്തെ വാഹനം ഓടിക്കുന്ന ഒരാളാണ്. ഈ ട്രക്കിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഡ്രൈവർമാരുമായും അല്ലെങ്കിൽ ലോറി ഉടമകളുമായും വൈകാരികമായ ബന്ധം ഇവിടെയുള്ള പലർക്കുമുണ്ട്. ചേട്ടാ, ഈ അവസാന നിമിഷത്തിൽ അർജുനെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ചേട്ടാ? അർജുനെ ഓർത്തിടുന്ന അതിൽ വലിയ വിഷമമാണ്. ഇങ്ങനെ ഇപ്പം ഇങ്ങോട്ട് പറയല് വിഷമം തന്നെയാണ്. അർജുനായുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഒന്നിച്ച് ജോലി നമ്മൾ അർജുനിപ്പോൾ ജോലി ഇല്ല. നമ്മളിപ്പോൾ ഈ 10-72 ദിവസം ഫുള്ള് നമ്മൾ ഫോണിൽ കൂടെ കണ്ടുള്ള ആ ബന്ധമാണ്. പിന്നെ നമ്മൾ ഈ ട്രോമക്കാരുടെ ഒരു ബേസിൽ പോകണ്ട, എവിടെയാണെങ്കിലും ഏത് അറ്റം വരെ നമ്മൾ പോകും. എന്നെ പോലെയും ഈ പ്രേക്ഷകരെ പോലെയൊക്കെ കണ്ട് കേട്ടറിഞ്ഞുള്ളൊരു പരിചയം, നേരിട്ടൊരു പരിചയം നമ്മളിതുവരെ പരിചയം നമ്മൾ കണ്ട വാട്സപ്പ് കൂടെയല്ല കണ്ട പരിചയമാണ്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ മൂപ്പരോട് പോലോട് പറഞ്ഞു, പൈസ ഇനി എത്ര ചിലവായാലും വേണ്ടില്ല, അർജുന നാട്ടിലൊന്ന് പോയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് 4:30 പോരാ, 1 മണിക്ക് ഞാൻ പല ശല്യം ചെയ്യൽ പിടിക്കണം. എൻ്റെ വീട് ഇവിടെ തന്നെയാണോ? അല്ല, ഞാൻ മലപ്പുറം തിരൂരങ്ങാടി. ഇവിടുന്ന് 50 കിലോമീറ്റർ പോകണം നാട്ടിലേക്ക്. ചേട്ടൻ്റെ മലപ്പുറത്ത് ഒരുമിച്ച് വന്നാണ്. ഇതുപോലെ നിരവധി ആളുകളാണ് സ്മിത, ഉന്മേഷ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചേട്ടൻ ഇപ്പോൾ മലപ്പുറത്തു നിന്നാണ് വന്നത്. പക്ഷേ ഇതുപോലെ വിവിധ ഇടങ്ങളിൽ നമ്മളെ പോലെയൊക്കെ അർജുനെ കുറിച്ച് TV-യിലൂടെയും മാധ്യമങ്ങളിലൂടെയും കേട്ടറിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം നിരവധിയാണ്. ദീപക് ധർമ്മടം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അർജുൻ്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്താനുള്ളൂ. എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു വൈകാരിക നിമിഷങ്ങൾ? രാഹുൽ, ഇതിൽ അർജുൻ ഒരു നാടിൻ്റെ ആകെ ഒരു കണ്ണീർ യാത്രയപ്പ് ഏറ്റുവാങ്ങാനാണ് പോകുന്നത്. ഇപ്പോൾ അല്പം മുൻപ് മന്ത്രി AK ശശീന്ദ്രൻ അഴിയൂരിൽ സംസാരിച്ചു. ഈ നാടിൻ്റെ കണ്ണീർ പ്രണാമമാണ് അർപ്പിക്കുന്നത്. മൃതദേഹം ഏതാണ്ട് തലശ്ശേരി എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ബൈപ്പാസിലൂടെ ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ ജില്ലാ അതിർത്തിയിലേക്ക് എത്തും. എത്തിക്കഴിഞ്ഞാൽ നേരെ കോഴിക്കോട് നഗരത്തിലെ പുളാടിക്കുന്നിലേക്ക് എത്തുന്നു. അവിടെ നിന്നും മൃതദേഹം വിലാപയാത്രയാണ് കണ്ണാടിക്കിലേക്ക് എത്തുന്നത്. ഒരു നാടാകെ തേങ്ങുന്ന കാഴ്ച. ഒരുപക്ഷെ 75 ദിവസം നീണ്ട കാത്തിരിപ്പായിരുന്നു. നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ അർജുൻ ചിരിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യമാണ്. ഇത് തന്നെയായിരുന്നു അർജുൻ. ഒരുപക്ഷെ DYFIയുടെ സജീവ പ്രവർത്തകൻ, നാട്ടിലെ ഏത് പൊതുകാര്യത്തിലും ഒപ്പമുണ്ടാകുന്ന ഒരാൾ. ആ അർജുനെ ഒരു വീരയാത്രയപ്പ്, കണ്ണീരോടുകൂടി ഒരു വീരയാത്രയപ്പ് തന്നെയാണ് ഈ നാട് നൽകാൻ പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബന്ധുക്കൾ എല്ലാം തന്നെ ഇങ്ങനെ മൃതദേഹത്തിൻ്റെ വരവ് കാത്ത് വീട്ടിനകത്തിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ബന്ധുക്കളെല്ലാം തന്നെ പല പ്രദേശത്തു നിന്നായി നേരത്തെ തന്നെ ചാത്തമംഗലത്തും മറ്റുമൊക്കെയുള്ള ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ. നമുക്ക് ഈ ബന്ധുക്കളോട് തന്നെ സംസാരിക്കാം. അർജുൻ ഈ നാടിൻ്റെയൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നു. അർജുനെ യാത്രയേക്കാൻ ഈ നാട് വേദനയോടെ കാത്തിരിക്കുകയാണ്. ഈ വീടിന് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് അർജുൻ. ചെറുപ്പം മുതൽ വിദ്യാഭ്യാസം വരെ പകുതി വഴിയിലെച്ച് അച്ഛനെ സഹായിക്കാൻ ഇറങ്ങിയതാണ്. അച്ഛനൊരു അപകടത്തിൽപ്പെട്ടതിന് ശേഷം +2 വിദ്യാഭ്യാസം നിർത്തി ജോലിക്ക് പോയ ആളാണ് അർജുൻ. എങ്ങനെയാണ് ഓർക്കുന്നത്?
ആ കാലഘട്ടത്തിൽ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ബന്ധുവായതാണ്. എൻ്റെ മകൻ്റെ ഭാര്യൻ്റെ ആങ്ങളെയാണ് അർജുൻ്റെ ബ്രദർ. പിന്നെ ഇതോടനുബന്ധിച്ച് ഇപ്പം മകൻ ജിതിനും അഞ്ചും ഒക്കെ ഈ 2 മാസത്തോളം ഞങ്ങൾ സിരൂരിലൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ കൂടെ വരുന്നേ ഉള്ളൂ. പിന്നെ കൂടുതൽ ജിതിൻ അവിടെ തന്നെ ആയിരുന്നു ഇപ്പം മൃതദേഹത്തിനൊപ്പം വരും. അതെ അതെ. ഉന്മേഷ്, ഒരുപക്ഷെ ഈ ജിതിൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ ഏറെ വികാരപരമായ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അർജുൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയാവുകയാണ്. ഇവിടെയാണ് മൃതദേഹം സംസ്കരിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് അർജുൻ്റെ മൃതദേഹം ഇവിടെയാണ് സംസ്കരിക്കുക. ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ നിന്നും തത്സമയ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വീട്ടിൽ തന്നെ, കാരണം വീടിന് വേണ്ടി ജീവിച്ചവനാണ് അർജുൻ പഠനം നിർത്തിയത് പോലും അച്ഛനൊരു അപകടത്തിൽപ്പെട്ട സമയത്ത് കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയായിരുന്നു. അച്ഛൻ കിണറിൽ വീണൊരു പരിക്ക് പറ്റുന്നു. ആ പരിക്കിനെ തുടർന്ന് +2 പഠനം അവസാനിപ്പിച്ചുകൊണ്ട് അർജുൻ കുടുംബത്തെ ചേർത്ത് പിടിക്കുകയായിരുന്നു. ആ അർജുനെ കുടുംബത്തിനൊപ്പം തന്നെയാണ് ഇവിടെയാണ് അർജുനെ മൃതദേഹം ചേർത്ത് പിടിച്ച് സംസ്കരിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ മറ്റൊരു ശ്മശാനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു പറമ്പിലേക്കോ മകനെ പറഞ്ഞയക്കാൻ തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടനെ, കണ്ണാടിക്കലുകാർക്ക് അർജുനല്ല കുട്ടനാണ്, പ്രിയപ്പെട്ട കുട്ടനാണ്. അത് ഇവിടെ ഒരു കുടിവെള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഓരോ വീട്ടിലും കയറി വേനൽക്കാലത്ത് വെള്ളം കൊടുത്തവനാണ്. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കോവിഡിനെ തുരത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു അർജുൻ ഈ കുട്ടൻ. അതുകൊണ്ട് തന്നെ ഈ കുട്ടനെ ചേർത്ത് പിടിക്കുകയാണ് ഈ നാട്. വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ്. രാഹുൽ, ഒരുപക്ഷെ നമ്മുടെ മാധ്യമ ജീവിതത്തിൽ, എൻ്റെയൊക്കെ ഒരു 28 വർഷത്തെ മാധ്യമ ജീവിതത്തിൽ ഇത്രയും കാത്തിരുന്ന, ഒരുപക്ഷെ ഒരാൾക്ക് വേണ്ടി, ഒരാളുടെ വിവരം കിട്ടാൻ വേണ്ടി ഇത്രയും കാത്തിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ കാത്തു നിൽക്കുകയാണ്. ചേച്ചി, എങ്ങനെയാണ്? ആങ്ങളേൻ്റെ മോനെ, ആങ്ങളേൻ്റെ മോൻ. പിന്നെ ഞാൻ വളരെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. അതെ അതെ. എന്താ ഉന്മേഷ്, ഇതാണ് അവസ്ഥ. ഒരുപക്ഷെ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബന്ധുക്കളായ നാട്ടുകാരായ സ്ത്രീകളെല്ലാം വീട്ടിനകത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. അവർക്കൊന്നും അർജുനെക്കുറിച്ച് പറയുമ്പോൾ തൊണ്ടയിടറുന്ന സാഹചര്യമാണ്. കാരണം അത്രമേൽ പ്രിയപ്പെട്ടവൻ, അത്രമേൽ നല്ലവൻ, ചിരിച്ചു മാത്രം കണ്ടിട്ടുള്ളവൻ ആ അർജുനാണ് ഷിരൂരിലേക്ക്, അതും ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങൾക്കിടയിൽ ജീവിതം കെട്ടിപ്പടുക്കി ഒരു വീടുണ്ടാക്കി ഒരു സ്ഥലം വാങ്ങിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടയിലാണ് അർജുൻ ഷിരൂരിലെ ഗംഗാവാലി തീരത്ത് ഇങ്ങനെ ദാരുണമായ യാത്രയായത്. ആ യാത്ര കഴിഞ്ഞ് 75-ാം ദിനമാണെന്ന്. ഇത്രയും ദിവസം ഈ നാടാകെ കാത്തിരിക്കുകയായിരുന്നു, കണ്ണീരോടുകൂടി, ആശങ്കയോടുകൂടി. ആദ്യം പ്രതീക്ഷയായിരുന്നു, പിന്നീട് ആശങ്കയായി, പിന്നീട് എങ്ങനെയെങ്കിലും കണ്ടുകിട്ടിയാൽ മതി എന്നുള്ളതായി. അത്രമേൽ വേദനയോടെയാണ് ഈ പ്രിയപ്പെട്ടവനെ ഈ നാട് യാത്രയേക്കാൻ പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മൃതദേഹം എത്തിക്കഴിഞ്ഞാൽ അത് വയ്ക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെയായിരിക്കും ഈ താൽക്കാലിക സ്ട്രക്ചറിൽ ഇവിടെ ആയിരിക്കും അർജുനെ വയ്ക്കുന്നത്. അതിനുശേഷം ഈ പുഷ്പാർച്ചന നടത്താനുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ പുഷ്പാർച്ചനയ്ക്ക് വേണ്ടിയുള്ള പുഷ്പങ്ങളെല്ലാം തയ്യാറാണ്. ഇതിനുശേഷം ഒരുപക്ഷെ ഈ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ വീരോചിതമായി കണ്ണീരോടുകൂടി യാത്രയേക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും, കാരണം കുടിവെള്ളമില്ലാത്ത സമയത്ത്, കോവിഡ് കാലത്ത് എല്ലാം ഈ നാടിനൊപ്പം നിന്ന ഈ അർജുൻ കണ്ണാടിക്കൽകാരുടെ പ്രിയപ്പെട്ട കുട്ടനെ യാത്രയേക്കാൻ വേണ്ടി പുഷ്പവുമായി കാത്തിരിക്കുകയാണ് ഈ നാട്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശബ്ദമിടറാതെ, കണ്ണൊന്ന് നിറയാതെ ഒരാൾക്ക് പോലും അർജുനെക്കുറിച്ചൊന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അകലെ നിന്നുപോലും 50 കിലോമീറ്ററുകളോളം ദൂരത്ത് നിന്ന് ഈ ദിവസങ്ങളിൽ മാത്രം ബന്ധുവായി മാറിയ, അത്രയും പ്രിയപ്പെട്ടവനായി മാറിയ അർജുനു വേണ്ടി ഒരു നോക്ക് കാണാൻ, അർജുനെ കാണാനായി മലപ്പുറത്ത് നിന്ന്, മറ്റു പല ജില്ലകളിൽ നിന്ന്, ദൂരെ നിന്ന് എത്രയോ ആളുകളാണ് അവിടെ നിന്ന് കാത്തിരിക്കുന്നത്. അവരോടെല്ലാം സംസാരിക്കുമ്പോൾ ഒരൊറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് അത്രയേറെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അർജുൻ. സജോ ദേവസ്യ കൂടി ചേരുന്നുണ്ട് അഴിയൂരിൽ നിന്ന്. അഴിയൂരിലേക്ക് അല്പസമയത്തിനകം ലാഭയാത്ര എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അധികം താമസിയാതെ അങ്ങോട്ടേക്ക് എത്തും അല്ലേ സജോ?
സ്മിത, ഈ തലശ്ശേരി മാഹി ബൈപ്പാസിലേക്ക് ഈ വാഹനം പ്രവേശിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അതായത് ഒരു 5 മിനിറ്റ് സമയത്തിനകം എത്തുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അധികം വൈകാൻ സാധ്യതയില്ല. ഇവിടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർണ്ണ സജ്ജമാണ്. ഇവിടെ അധികം മറ്റ് ചടങ്ങുകളൊന്നും നിശ്ചയിച്ചിട്ടില്ല. കാരണം സമയം വല്ലാതെ പലയിടങ്ങളിലും ആളുകൾ അന്തിമോപചാരം അർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഇടങ്ങളിലൊക്കെ നിർത്തിയാൽ പ്രയാസമുണ്ടാകും. പിന്നീട് അങ്ങോട്ടേക്കുള്ള ഷെഡ്യൂൾ തെറ്റും എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ. പക്ഷേ എന്നോടൊപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ധാരാളം ആളുകളുണ്ട്. അവരും കാരണം അർജുനെ ഒന്നാകെ കേരളത്തിൻ്റെ ഒരു മകൻ എന്ന നിലയ്ക്ക് പ്രതീക്ഷയോടുകൂടി അർജുന് വേണ്ടി ധാരാളം പ്രവർത്തിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. സമീപകാലത്തൊന്നും കേരളത്തിൽ ഇത്രയധികം കേരളം ഒന്നാകെ, ഒരു നാടൊന്നാകെ, പിന്നെ സിസ്റ്റം ഒന്നാകെ, പല ആളുകളുടെ പേരുകളും നമ്മൾ ആ കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. അപ്പോഴും നാടൊന്നാകെ സമീപകാലത്ത് ഇങ്ങനെ ആഗ്രഹിച്ച, ഒടുവിൽ വേദനിച്ച എന്നുകൂടി പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സംഭവം, ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി കാത്തിരിപ്പ്, തിരച്ചിൽ, അന്വേഷണം സാധ്യമായ വിധത്തിൽ എല്ലാ മനുഷ്യരും ഏതെങ്കിലുമൊക്കെ നിലയ്ക്ക് മനസ്സുകൊണ്ട്, പ്രാർത്ഥന കൊണ്ടൊക്കെ പങ്കാളികളായ ഒന്നാണ് അർജുൻ. പക്ഷേ അർജുനെ നമുക്ക് ജീവനോടെ തിരികെ ലഭിച്ചില്ല. ഇനിയിപ്പോൾ ഇവിടെ നൽകുക ഏറ്റവും ആദരപൂർവ്വം എന്നത് മാത്രമാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയതാണോ? അതെ, നമ്മൾ രാവിലെ തന്നെ ഒരു 4 മണിക്ക് തന്നെ കണ്ണൂരുണ്ടായി. ഇപ്പോൾ നേരെ അഴിയൂർക്ക് ഒരു അവസരം കിട്ടും അല്ല ഇവിടെ? അതെ, ഒന്ന് കാണാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ളൊരു ആദരവ്. അതെ അതെ അതാണ്. അങ്ങനെ അർജുനെ കുറിച്ച് പറയുമ്പോൾ, അതായത് അർജുനെക്കുറിച്ച് നമ്മൾ പേർത്തും പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഒരുപാട് വേദന ബാക്കിയാക്കി, ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ബാക്കിയാക്കിയാണ് അർജുൻ പോകുന്നത് എന്നൊരു വേദനയുണ്ട്. 72 ദിവസം കഴിഞ്ഞാണ് അർജുനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് പോലും. പക്ഷെ അതുവരെ ഒരുപാട് മനുഷ്യർ അതിനുവേണ്ടി അത്യുത്വാനം ചെയ്തു. മനാഫിനെ നമുക്കറിയാം. പിന്നീട് അങ്ങോട്ടേക്ക് സതീഷ് കൃഷ്ണ സെയിൽ MLA, മഞ്ചേശ്വരം MLA ഉൾപ്പെടെ പിന്നീട് അങ്ങോട്ടേക്ക് മാൽപ്പയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ നമ്മുടെ സംവിധാനങ്ങൾ, കേരള സർക്കാർ, കർണാടക സർക്കാർ അതിനിടയിലുണ്ടായ പരാതികളെ മറികടന്നും അങ്ങനെ നാടൊന്നാകെ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ നമുക്കറിയാം അതൊരു വേദനയിലാണ് പര്യവസാനിച്ചതെങ്കിൽ കൂടിയും നമുക്ക് ഒരു ഉത്തരം കിട്ടി. അതെങ്കിലും അത്രയും നീതിയെങ്കിലും ആ കുടുംബത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു നീതി എന്നത് ആ നിലയ്ക്കാണ് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ മന്ത്രിയും ജില്ലാ കളക്ടറും ഒപ്പം 2 MLA-മാരുമാണ് ഇവിടെ ഉള്ളത്. അവർ ചേർന്നാണ് ഇവിടെ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങാൻ ഞാൻ കരുതുന്നത്. അധികം താമസിക്കാതെ തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയും. അതിനുശേഷമാണ് പിന്നീട് അങ്ങോട്ടേക്ക്. പക്ഷേ പലയിടത്തും ആളുകളും മറ്റും ആവശ്യപ്പെടുന്നുണ്ട് അവർക്ക്. കാരണം ഇത്രയധികം കേരളത്തിലെ മനുഷ്യരൊന്നാകെ, അതായത് അർജുൻ്റെ നാട്ടുകാർ മാത്രമല്ല, മലയാളികളായ ലോകത്തുള്ള എല്ലാ ആളുകളും തന്നെ അർജുനെ കിട്ടണമെന്നും സുരക്ഷിതമായി ലഭിക്കണമെന്നും ആഗ്രഹിച്ചു. പക്ഷേ അത് സാധ്യമായില്ല. അർജുൻ്റെ കുടുംബം പുലർത്താൻ ഒക്കെ പോയ ആ ട്രക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഗംഗാവാലി പുഴയുടെ തീരത്ത് നമ്മൾ കണ്ടതാണ്. അവിടെ ഇപ്പോഴും ഉണ്ട്. അത് മറികടന്ന് ആ ട്രക്കില്ല. പക്ഷേ അർജുൻ്റെ കുഞ്ഞ് കളിച്ചിരുന്ന ഒരു ട്രക്കിൻ്റെ മാതൃക മാത്രമാണ് തിരികെ വരുമ്പോൾ അർജുൻ കൊണ്ടുവരുന്നത്. പക്ഷേ അത് മകന് കൈമാറാൻ അർജുന് കഴിയില്ല. അവരുടെ ബന്ധുക്കൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ, നമുക്കറിയാം. അങ്ങനെ ഒരുപാട് വേദനകൾ കൂടി സമ്മാനിച്ചാണ് അർജുൻ കടന്നു പോകുന്നത്. പക്ഷേ അപ്പോഴും അതിൽ അർജുന് വേണ്ടി കാത്തിരുന്ന മനുഷ്യരൊക്കെ പരമാവധി, അവരുടെ കഴിവിൻ്റെ പരമാവധി അവർക്ക് സാധ്യമാകും വിധത്തിലൊക്കെ പ്രവർത്തിച്ചു എന്നതുകൂടി നമുക്ക് കാണേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന ഒരു 8 മണിയോടുകൂടിയെങ്കിലും കണ്ണാടിക്കലിലേക്ക് എത്തിക്കുക എന്ന നിലയ്ക്കാണ് ക്രമീകരണങ്ങൾ നിശ്ചയിച്ചിരുന്നത്. അത് കുറച്ച് വൈകിയാലും ഏറെക്കുറെ ആ സമയക്രമം തന്നെ പാലിക്കാൻ കഴിയും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ സമയക്രമം സംബന്ധിച്ച് നമുക്ക് MLA-യോട് തന്നെ ചോദിക്കാം. സമയക്രമം നമ്മളിപ്പോൾ എങ്ങനെയാണ് കരുതുന്നത്? ഇപ്പോൾ ബോഡി എവിടെ എത്തിച്ചാൽ വീട്ടിൽ അവിടെ കണ്ണാടിക്കൽ നിന്ന് അങ്ങോട്ട് ഒരു വിലാപയാത്രയായിട്ട് പോകണമെന്നാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ അവിടെ ഉണ്ട്, റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുറച്ച് അവരുടെ ആളുകൾക്കൊക്കെ കാണും വേണ്ടേ, കുറച്ച് ആളുകൾക്ക് കാണും വേണ്ടേ. അപ്പം അതിൻ്റെ സമയം കൂടി എടുത്തിട്ട് അവിടെ ആ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ അതിനൊക്കെയുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ബൈപ്പാസിൽ പ്രവേശിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ വന്നാൽ നേരെ പോകും. അങ്ങനെയാണ് നമ്മളിപ്പോൾ കരുതുന്നത്. കാരണം ബൈപ്പാസിൽ പ്രവേശിച്ചിട്ടുണ്ട്. അധിക സമയം എടുക്കില്ല എന്ന് ഞാനിപ്പോൾ പ്രത്യാശിക്കുന്നു. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ആളുകൾ ഈ അന്തിമോപചാരം അർപ്പിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് വാഹനം നിർത്തി ഒന്ന് വിട നൽകാൻ അവസരം ലഭ്യമാകുമോ എന്ന് പലയിടങ്ങളിൽ നിന്നും ആളുകൾ ചോദിച്ചിരുന്നു. ഇവിടെ തന്നെ ഇത് യഥാർത്ഥത്തിൽ ബൈപ്പാസ് റോഡാണ്. ഇവിടെ വാഹനം തന്നെ ഇങ്ങോട്ടേക്ക് ആളുകൾക്ക് എത്താൻ തന്നെ പ്രയാസമാണ്. ഇവിടെ
വാഹനം താഴെയും മറ്റുമൊക്കെ നിർത്തേണ്ടതുണ്ട്. പക്ഷെ എന്നിട്ടും ആളുകൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. കാരണം അത്രയധികം അവരെല്ലാവരും കേരളത്തിനാകെ ഒരു വേദനയും നൊമ്പരവുമായതാണ്. അർജുന് വേണ്ടി അത്രത്തോളം കേരളം ആഗ്രഹിച്ചു, അർജുൻ തിരിച്ചു വരണമേ എന്ന് ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രവർത്തിച്ചു, ശബ്ദമുയർത്തി, കഴിയാൻ വിധമെല്ലാം ആളുകൾ അവരെ കൊണ്ട് കഴിയാൻ വിധമുള്ള ഇടപെടലുകളൊക്കെ നടത്തി. പക്ഷെ അതൊക്കെ വിഫലമായെങ്കിൽ കൂടിയും ഒടുവിൽ തിരച്ചിലിനൊടുവിൽ 72 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞു. അതിനുശേഷം 74 ദിവസം പൂർത്തി 75 ദിവസമാകുമ്പോൾ അർജുൻ തിരികെ വരുന്നുണ്ട്. അർജുൻ്റെ ട്രക്കില്ല. ചേതനയേറ്റ അർജുനാണ് തിരിച്ചു വരുന്നത്. അർജുൻ്റെ പ്രതീക്ഷകൾ, അർജുൻ ഒരു കുടുംബത്തിൻ്റെ തന്നെ ആശ്രയമായിരുന്നു, അതെല്ലാം പോകുന്നുണ്ട്. പക്ഷേ ആ കുടുംബത്തെ നാടൊന്നാകെ, കേരളം ഒന്നാകെ ചേർത്ത് പിടിക്കുന്നു. അപ്പോഴും ആ ദുഃഖത്തിന്, ആ വേദനയ്ക്ക് യഥാർത്ഥത്തിൽ പരിഹാരമൊന്നുമില്ല, അതിന് ബദലില്ല, അതിന് മറ്റെന്തെങ്കിലും ഒന്ന് നമുക്ക് നൽകാനും കഴിയുകയില്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് നമ്മൾ ഒന്നാകെ കൂട്ടായി പരിശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. അതങ്ങനെ ആ ഒരു ദുഃഖവും വേദനയും ആ ഒരു ഭാരമായി തന്നെ ഒരു വശത്ത് അവശേഷിക്കുമ്പോൾ പോലും അങ്ങനെ തോൽക്കാതെ അർജുനെ കണ്ടെത്താൻ വേണ്ടി പൊരുതിയ മനുഷ്യരുണ്ട്. അതിനൊരു ഉത്തരം ലഭിച്ചിരിക്കുന്നു. ആ ഉത്തരം നമുക്ക് ആ കുടുംബത്തിന് കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ ദിനം കൊണ്ട് അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കേരളം ഒന്നാകെ, അത് മുമ്പ് ആദ്യഘട്ടത്തിലുണ്ടായ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. കാരണം ഈ മനാഫ് പറഞ്ഞ ആ ഒരു കാര്യം, ഏത് VIP ആണ് ഈ വാഹനത്തിൽ പെട്ടിരിക്കുന്നത്, ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്, അതിന് മനാഫ് പറഞ്ഞ മറുപടി അതൊരു മലയാളിയാണ്, ഇവിടുത്തെ ഒരു സാധാരണ ആളാണ് എന്നതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഓർക്കുകയാണ്. അങ്ങനെ ഒരുപാട് മനുഷ്യർ അതിനുവേണ്ടി പരിശ്രമിച്ചു. പക്ഷേ ജീവനോടെ കണ്ടെത്താൻ നമുക്ക് കഴിയാതെ പോയി എങ്കിൽ കൂടിയും ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ വാഹനവ്യൂഹം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതായത് അഴിയൂർ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഈ ബൈപ്പാസിലേക്ക് നേരത്തെ കുറച്ചധികം സമയമായി ബൈപ്പാസിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന അഴിയൂർ ഭാഗത്തേക്ക് ഇപ്പോൾ തന്നെ അർജുനെയും വഹിച്ചുകൊണ്ടുള്ള, അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസും വാഹനവ്യൂഹവും, അത് നമുക്കറിയാം. ആ സംഘത്തോടൊപ്പം കർണാടക, കേരള പോലീസുണ്ട്. ഒപ്പം MLA മാർ, കർണാടക MLA ഉൾപ്പെടെയുള്ള ആളുകൾ, മാൽപ്പെ അടക്കമുള്ള ആളുകൾ, അങ്ങനെ ഉള്ള സംഘമുണ്ട്.